ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ അടുക്കളപ്പുറമാണ്. അടുക്കളയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ കാടൊക്കെ തെളിച്ച് അവിടെ മാക്സിമം കാന്താരി, ചീര, ചേന, കപ്പളം അങ്ങനെ എല്ലാം നട്ടിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ മാവുന്തൈ നട്ടിട്ടുണ്ട്, മാങ്കോസ്റ്റിൻ നട്ടിട്ടുണ്ട്. അപ്പം അവിടെ കുറച്ച് ഫില്ലായിട്ട് സസ്യങ്ങൾ നിൽക്കുന്നതിന് വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ പച്ചമുളക് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള പച്ചമുളക് നമ്മൾ ഇവിടുന്ന് തന്നെയാണ് എടുക്കുന്നത്. ഒരു കണക്ക് നോക്കിയാൽ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമടിച്ച് വരുന്ന ഒരു പച്ചക്കറിയുടെ ഇനത്തിൽപ്പെട്ട പച്ചമുളക്. അതുകൊണ്ട് തന്നെ നമ്മൾ പച്ചമുളക് നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട്. പിന്നെ കാന്താരിത്തൈയാണ് നമ്മൾ കൂടുതൽ വെച്ചിട്ടുള്ളത്. കാന്താരിത്തൈക്ക് നമ്മുടെ അയൽവക്കങ്ങളിലൊക്കെ നമുക്ക് ആവശ്യക്കാരുണ്ട്. നമ്മളങ്ങനെ പൈസയ്ക്കല്ല, അത്യാവശ്യം നമ്മൾ വെച്ച് ആയിക്കഴിയുമ്പോൾ നമ്മൾ പറിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ചേനയ്ക്ക് നമ്മൾ ഇന്ന് വളമിട്ടു. നമ്മൾ ജൈവവളമാണ് ഇടാറുള്ളത്. അപ്പം ജൈവവളമാണ് നമ്മൾ ചേന. അതുകൊണ്ട് തന്നെ ചേന വലിയ വലിപ്പമുള്ള സൈസുള്ള ചേനകളൊന്നും നമുക്കിങ്ങനെ കിട്ടാറില്ല. നമുക്ക് വീട്ടിലെ ആവശ്യത്തിനും പിന്നെ അത്യാവശ്യം ബന്ധുക്കൾക്കും നമ്മൾ ഈ ചേന കൊടുക്കുകയാണ് പതിവ്. പിന്നെ കുറച്ചെണ്ണം വിത്തിന് വേണ്ടി എടുത്ത് മാറ്റി വെക്കും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കുമ്പളത്തിൻ്റെ തൈയുണ്ട്. കുമ്പളം തന്നെ വീണ് കിളുത്താണ്, നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതിൻ്റെ അങ്ങനെ കിളുത്താണ്. ഇത് നമ്മുടെ മൈസൂർ ചീര വിഭാഗത്തിൽപ്പെട്ടതാണ്. ഇതിൻ്റെ നാമ്പ് നമ്മൾ ഒടിച്ച് തോരൻ വെക്കാറാണ് പതിവ്. ഇത് നമ്മൾ കുറേ എണ്ണം വെച്ചിട്ടുണ്ട്. നമ്മുടെ വീടിന് ചുറ്റും നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പം ആവശ്യമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ കടയിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ പച്ചക്കറി ഇല്ലാത്ത സമയത്ത് നമ്മളിത് മേടിക്കുകയാണ് ചെയ്യുന്നത്, ഇത് ഒടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ആദ്യം കണ്ട ഒരു നീലത്തണ്ടുള്ള കപ്പളം, അത് തനി നാടൻ കപ്പളമാണ്. ബാക്കിയെല്ലാം നമ്മുടെ മേടിച്ച് വെച്ച തൈകളാണ്. ഇത് അച്ചാച്ചെറു എന്ന് പറയുന്ന ഒരു ഫലവൃക്ഷമാണ്. പിന്നെ അതിൻ്റെ തൊട്ട് അടുത്തായിട്ട് തന്നെ അബിയുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ മാവിൻ്റെ തൈ വെച്ചിട്ടുണ്ട്. മാവിൻ്റെ തൈ വെച്ചിട്ടൊരു 2 മാസം ആകുന്നു. പൊട്ടിക്കിളുത്ത് തുടങ്ങിയിട്ടില്ല. ചവൊക്കെ ഇട്ട് സെറ്റാക്കി നിർത്തിയിരിക്കുകയാണ്. എന്നാൽ ഉണക്കലൊന്നുമില്ല. അങ്ങനെ ആണ് നമ്മുടെ ഈ അടുക്കള പുറത്ത് ഉള്ള ഒരു കുറച്ച് കൃഷിയും. ഓക്കെ, താങ്ക് യു.